ഓം നമോ ഭഗവതേ വാസുദേവായ. 25-ാം ദശകത്തിൽ നരസിംഹാവതാരവും ഹിരണ്യകശിപു നിഗ്രഹവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈശ്വരൻ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ച് മുമ്പിൽ കാണുന്ന ആ തൂണിൽ വെട്ടിയപ്പോൾ ആ തൂണിൽ നെടുകെ പിളർന്ന് ലോകം മുഴുവൻ നടുങ്ങുമാറ് അത്യുച്ചത്തോടും കൂടി അലറി ഭഗവാനായ വിഷ്ണു അങ്ങ് മനുഷ്യനുമല്ല മൃഗവുമല്ല, അങ്ങനത്തെ നരസിംഹരൂപം എടുത്തു. ആ നരസിംഹത്തിൻ്റെ അലർച്ച കേട്ട് ഹിരണ്യകശിപു മാത്രമല്ല ബ്രഹ്മാദി ശങ്കര പ്രമുഖന്മാരും നടുങ്ങി. പേടികൊണ്ട് അങ്ങയുടെ അടുത്തേക്കൊന്ന് വരാൻ പോലും അവർ പരിഭ്രമിച്ചു. ഹിരണ്യകശിപു ആകട്ടെ എന്തായാലും ഇത് വിഷ്ണു തന്നെയാണ് എന്ന് ഉറപ്പിച്ച് എന്തായാലും ഞാൻ ഇവനെ വധിക്കുമെന്ന് പറഞ്ഞ് ഗദയെ എടുത്ത് നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുകയാണ്. അങ്ങാകട്ടെ വളരെ നിഷ്പ്രയാസം ഹിരണ്യകശിപുവിനെ തടഞ്ഞു നിർത്തി. അതിനുശേഷം ഹിരണ്യകശിപു വാളും പരിചയം എടുത്ത് അങ്ങയെ വെട്ടാനായിട്ട് ഓങ്ങി. അപ്പോൾ അങ്ങ് സന്ധ്യാസമയം ആയി എന്ന് കണ്ടപ്പോൾ രാത്രിയും പകലുമല്ല, സന്ധ്യാസമയത്ത് ആകാശത്തുമല്ല ഭൂമിയിലുമല്ല ഉമ്മറപ്പടിയിൽ ഇരുന്ന് ഹിരണ്യകശിപുവിനെ പിടിച്ച് തൻ്റെ കനത്ത തുടകളിൽ കിടത്തി തൻ്റെ നഖങ്ങളാൽ വയറ് കീറി പിളർന്ന് ആ രക്തം കുടിച്ച് ആ കുടൽമാല കഴുത്തിലണിഞ്ഞ് നരസിംഹമൂർത്തിയെ അങ്ങ് അലറിയപ്പോൾ എല്ലാ ലോകവും നടുങ്ങി. പേടിച്ച് വിറച്ചു. ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം അങ്ങ് രക്തമിറ്റിട്ട് വീഴുകയും കുടൽമാല കഴുത്തിൽ ഇട്ടിട്ടും മറ്റുള്ള അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമ്പോൾ ബ്രഹ്മാവ് ആരും തന്നെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ ധൈര്യപ്പെടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് അടുത്തേക്ക് ചെല്ലാൻ പറയുകയാണ്. അത്യന്ത ഭക്തനായ ആ പ്രഹ്ലാദ ബാലകൻ ഒരു പേടിയുമില്ലാതെ അങ്ങയുടെ അടുത്ത് വന്ന് നമസ്കരിച്ചപ്പോൾ ഭക്തവത്സലനായ അങ്ങ് അവനെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ആവശ്യപ്പെടാതിരുന്നിട്ട് കൂടി പ്രഹ്ലാദന് അനവധി വരങ്ങൾ അങ്ങ് നൽകി. അങ്ങനെയുള്ള നരസിംഹമൂർത്തി എൻ്റെ രോഗവും കൂടി മാറ്റണേ എന്ന് പട്ടേരിപ്പാട് ആവശ്യപ്പെടുകയാണ്. സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയന്നാഘൂർണ ജഗദണ്ഡകുണ്ടകുഹരോ ഘോരസ്തവാഭൂദ്രവ ശ്രുത്വായം കില ദൈത്യരാജഹൃദയേ പൂർവം കദാപ്യശ്രുതം കമ്പ കശ്ചന സംഭപാദജലിതോപ്യംഭോജഭൂർവിഷ്ടരാൽ ദൈത്യേ ദിക്ഷു വിസൃഷ്ടചക്ഷുഷി മഹാസംരംഭിണീ സ്തംഭത സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം
വപുസ്തേ യേ വിഭോ കിം കിം ഭീഷണമേതദദ്ഭുതമിതി വ്യുഭ്രാന്താചിത്തേ സുരേ വിസ്ഫോർജദ്ധവളോഗ്രരോമ വികസദ്വർഷ്മാ സമാജൃംഭഥാ തപ്തസ്വർണസവർണഘൂർണദതിരൂക്ഷാക്ഷം സദാകേസര പ്രോൽകമ്പ പ്രതികുംഭിതാംബരമഹോ ജിയാത്തവേദം വപും വ്യാത്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാജിഹ്വാം നിർഗമദൃശ്യമാനസു മഹാദംഷ്ട്രായുഗോഡ്ഡാമരം ഉത്സർപ്പദ്വലിംഗ് അഭംഗഭീഷണഹനുഹ്രസ്വസ്ഥവീയസ്തരഗ്രീവം പീവരദോഷതോദ്ഗതനഖക്രൂരാംശുദൂരോൽബണം വ്യോമോല്ലംഘി ഘനാഘനോപമ ഘനപ്രധ്വാന നിർധാവിത സ്പർദ്ധാലു പ്രകരം നമാമി ഭവതസ്തനാരസിംഹം വപൂം നൂനം വിഷ്ണുരയം നിഹന്യമുമിതി ഭ്രാമ്യൽ ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തമധ്യതാദ്നോർഭ്യാം പൃഥുഭ്യാമമും വീരോ ഗോ നിർഗളിതോധ ഖഡ്ഗഫലകൗ ഗൃഹൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാത ഭുവനഗ്രാസോദ്യതന്ത്വാമഹോ ഭ്രാമ്യന്തം ദിതിജാധമം പുനരപി പ്രോൽഗൃഹ്യ ദോർഭ്യാം ജവാദ്വാരേ ധോരുയുഗേ നിപാത്യ നഖരാൻ വ്യുൽഘായ വക്ഷോ ഭുവീം നിർഭിന്നധിഗർഭ നിർഭരകളദ്രക്താംബുബദ്ധോത്സവം പായം പായമുദൈരയോ ബഹു ജഗത്സംഹാരി സിംഹാരവാൻ ത്യക്ത്വാ തം ഹതമാശു രക്തലഹരീ സിക്തോന്നമദ്വർഷ്മണി പ്രത്യുൽപത്യ സമസ്തദൈത്യപടലീം ചാഘാദ്യമാനീ ത്വയീം ഭ്രാമ്യൽ ഭൂമി വികമ്പിതാം ബുധികുലം വ്യാലോലശൈലോൽക്കരം പ്രോത്സർപ്പൽഘചരം ചരാചരമഹോ ദുസ്ഥാം അവസ്ഥാം ദധോ താവന്മാംസവപാകരാളവപുഷം ഘോരാന്ദ്രമാലാധരം ത്വാം മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാരഗുർവാരവം അഭ്യേതും ന ശശാക കോപി ഭുവനെ ദൂരെ സ്ഥിതാഭീരവ സർവേ ശർവ വിരിഞ്ചവാസവമുഖാഃ പ്രത്യേകമസ്തോഷത ഭൂയോ പ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുലം ശാന്തസ്ത്വം കരമസ്യ മൂർധനി സമധാഃ സ്തോത്രൈരഥോദ്ഗായതസ്തസ്യ കാമധിയോപി തേനിധവരം ലോകായ ചാനുഗ്രഹം ഏവം നാട്ടിത
രൗദ്രചേഷ്ടിത വിഭോ ശ്രീതാപനീയാഭിതശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമന്നത്യന്ത ശുദ്ധാകൃതേ തത്താദൃങ് നിഖിലോത്തരം പുനരാഘോ കസ്വാം പരോ ലംഘയേൽ പ്രഹ്ലാദപ്രിയാ ഹേ മരുൾപുരപതേ സർവാമയാൽ പാഹി മാം. 25-ാം ദശകം സമാപനം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ